ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്രിപ്റ്റോഗ്രാഫി എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം എന്താണ് ക്രിപ്റ്റോഗ്രാഫി. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പം നമ്മൾ എവരിഡേ യൂസ് ചെയ്യുന്ന വാട്സപ്പ്, ATM, ഗൂഗിൾ പേ, പാസ്വേഡ് ലോഗിൻ, അതുപോലെ ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റം, അപ്പോൾ ഇവയൊക്കെ നമുക്ക് സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണെന്ത് ക്രിപ്റ്റോഗ്രാഫി. അപ്പം സിമ്പിളായിട്ട് നമ്മളൊരു ക്രിപ്റ്റോഗ്രാഫിയുടെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം സെക്യൂർ ആക്കാനുള്ള ഒരു മെത്തേഡാണ് എന്തെന്ന് ക്രിപ്റ്റോഗ്രാഫി. അതായത് നമ്മളൊരു ഒറിജിനൽ മെസ്സേജ് ഉണ്ടാകും, ആ ഒറിജിനൽ മെസ്സേജിനെ ഒരു സീക്രട്ട് മെസ്സേജാക്കി മാറ്റും. അതായത് അൺഓതറൈസ്ഡ് പേഴ്സൺ കണ്ടാലും ആ മെസ്സേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റരുത്. അപ്പം അതുപോലെ ഒരു ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണെന്ത് ക്രിപ്റ്റോഗ്രാഫി. ഇപ്പം നമ്മളൊരു റിയൽ ടൈം എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഹലോയിൽ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ, അതായത് HELLU ആണ്, LLO ആണ് നമ്മളിവിടെ ഹലോ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ ഒറിജിനൽ മെസ്സേജിനെ ഞാൻ എന്ത് ചെയ്യും, ഒരു സീക്രട്ട് കോഡ് മെസ്സേജ് ആക്കി മാറ്റും. ആ സീക്രട്ട് കോഡ് മെസ്സേജാണ് ഈ പറഞ്ഞിരിക്കുന്നത് XQ#9@ എന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. അപ്പോൾ ഹാക്കറിന് ഒരിക്കലും ആ മെസ്സേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒൺലി റിസീവറിന് മാത്രമായിരിക്കും അത് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോഗ്രാഫിയുടെ കേസിൽ നമ്മൾ മെത്തേഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സുകൾ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻക്രിപ്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് സ്റ്റെപ്സ് വൈസാണ് ഇപ്പം നമ്മൾ ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് വൈസായിട്ടായിരിക്കും നമ്മളവിടെ ഫോം ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയണത് നമുക്ക് തന്നിരിക്കുന്ന എന്താണോ ആ മെസ്സേജ്, ആ മെസ്സേജിനെ ഒരു ആസ്കി വാല്യൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ് എന്തായിരുന്നു, ഹലോ അല്ലേ. അപ്പോൾ ഹലോയുടെ Hൻ്റെ ആസ്കി വാല്യൂ 72 ആണ്, Eയുടെ 69 ആണ്, Lൻ്റെ 76 ആണ്, Oയുടെ 79 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ആ കറസ്പോണ്ടിങ് നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ മെസ്സേജിനെ ഞാൻ എന്ത് ചെയ്തു, ആസ്കി വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സീക്രട്ട് കീ ചൂസ് ചെയ്യണം. അപ്പോൾ സീക്രട്ട് കീ ചൂസ് ചെയ്യുമ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന കീ നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ അത് കീ ഓൾറെഡി നമുക്ക് സെൻഡറിനും റിസീവറിനും അറിയാൻ വേണ്ടി പറ്റും എത്രയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കീ എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്തായാലും സെൻഡറിന് നമുക്ക് വിസിബിളായിട്ട് വരും. ഇനി എന്ത് ചെയ്യണം, ആ കീ വാല്യൂവിനെ എൻ്റെ ലെറ്ററിൻ്റെ ആസ്കി വാല്യൂ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ കീ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു, ലെറ്ററിൻ്റെ ആസ്കി വാല്യൂ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്കൊരു പുതിയ വാല്യൂ അവിടെ ജനറേറ്റ് ചെയ്തു. ഇനി ഈ പുതിയ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യണം, തിരിച്ചിനി അതിൻ്റെ ക്യാരക്ടറായിട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 80 നമ്മൾ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് X ആണ് അല്ലേ. ഇനി 85 കൺവേർട്ട് ചെയ്യുമ്പോൾ U ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, വേറൊരു സീക്രട്ട് കോഡായിട്ട് ഒരു എക്സ്പ്രഷൻ പോലെ നമുക്ക് എന്ത് ചെയ്യും, എക്സ്പ്രഷനും ഇതുമെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു കോഡായിരിക്കും അവിടെ എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കൊടുക്കുന്ന കീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണത്. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് 16 ആയതുകൊണ്ടാണ് എനിക്കിപ്പം XU// എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു, എനിക്ക് വന്നിരിക്കുന്നത് വേറൊരു തരത്തിലായിരുന്നു എനിക്കവിടെ കോഡ് ജനറേറ്റ് ചെയ്തേക്കണത്. അപ്പം നമുക്ക് കൊടുക്കുന്ന കീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അവിടെ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ക്രിപ്റ്റോഗ്രാഫിൻ്റെ കേസിൽ നമുക്ക് നടക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നമ്മളിപ്പോൾ ഈ ക്രിപ്റ്റോഗ്രാഫിയും കാര്യങ്ങളും കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്തിനാണ് പ്രയോജനം എന്നുള്ളത്. അതായത് ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റംസൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ, ഇപ്പോൾ നിങ്ങളാണെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എന്താ, പ്രൈവസി നോക്കും അല്ലേ. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഹൈഡ് ചെയ്യും. ഇപ്പോൾ കോളേജിലെ ഫാക്കൽറ്റീസൊക്കെ ആണെങ്കിൽ ആ ഫാക്കൽറ്റീസിനെ എല്ലാം ഹൈഡ് ചെയ്തിട്ടായിരിക്കും സ്റ്റുഡൻസ് സ്റ്റോറീസും കാര്യങ്ങളും ഇടുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളതിനെ എന്ത് ചെയ്യുക, ഒരു പ്രൈവസി നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിപ്റ്റോഗ്രാഫി അവിടെ യൂസ് ചെയ്യണത്.
ഇനി ക്രിപ്റ്റോഗ്രാഫിക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രാഫി ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്മട്രിക് ക്രിപ്റ്റോഗ്രാഫി. അപ്പോൾ സിമ്മട്രിക് കീ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ സെയിം കീ യൂസ് ചെയ്തിട്ട് തന്നെ എൻക്രിപ്ഷനും ചെയ്യും ഡീക്രിപ്ഷനും ചെയ്യും. അതായത് എനിക്കൊരു തന്നിരിക്കുന്ന മെസ്സേജിനെ ഞാനൊരു സീക്രട്ട് കോഡാക്കും, ആ സീക്രട്ട് കോഡിനെ ഞാൻ തിരിച്ചെന്ത് ചെയ്യും, മെസ്സേജ് ആക്കി മാറ്റും. അതാണ് ആ സെയിം കീ ഉപയോഗിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക. അതായത് ഇപ്പോൾ കീ ഈക്വൽ 16 കൊടുത്തു, ഞാൻ ഈ കീ ഈക്വൽ 16 കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ആ കീ ഈക്വൽ 16 കൊടുത്ത് തിരിച്ച് ഞാൻ എന്ത് ചെയ്യും, ആ സീക്രട്ട് കോഡിനെ നോർമൽ മെസ്സേജിലേക്ക് മാറ്റും. അപ്പം സെയിം കീ ഉപയോഗിച്ചിട്ട് തന്നെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന്, സിമ്മട്രിക്. ഇനി അസിമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ 2 കീസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് 2 ഡിഫറെൻറ്റ് കീസ് ആയിരിക്കും. അപ്പം അതായത് ഒരെണ്ണം പബ്ലിക് കീയും ഒരെണ്ണം പ്രൈവറ്റ് കീ ആയിരിക്കും. ഈ അസിമെട്രിക് കീ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ RSA കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അസിമെട്രിക് കീ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് ഹാഷിങ്. ഹാഷിങ്ങിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കീ യൂസ് ചെയ്യുമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും, ഒരു 1 വേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഹാഷിങ് അവിടെ പെർഫോം ചെയ്യണത്. അപ്പം അതാണ് എന്തെന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയണത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് RSA ക്രിപ്റ്റോ സിസ്റ്റം. അപ്പം RSA ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, RSA മീൻസ് ഉദ്ദേശിക്കുന്നത് റിവേഴ്സ്ഡ് ഷാമിർ അക്ലമൻ. അപ്പം ഈ ഒരു കറസ്പോണ്ടിങ് സയൻറ്റിസ്റ്റിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, RSA നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. RSA എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പബ്ലിക് കീ ഉണ്ടാകാം, പ്രൈവറ്റ് കീ ഉണ്ടാകും, 2 കീസാണ് ഉള്ളത്. അപ്പോൾ പബ്ലിക് കീനെ നമ്മൾ ലോക്ക് ചെയ്യും, പ്രൈവറ്റ് കീനെ നമ്മൾ അൺലോക്ക് ചെയ്യായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. അപ്പം ഒരു മെസ്സേജിനെ നമുക്ക് ലോക്ക് ചെയ്യാനും അത് ഓണറിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ മെസ്സേജ് അൺലോക്ക് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അപ്പം അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, RSA ക്രിപ്റ്റോഗ്രാഫി സിസ്റ്റം യൂസ് ചെയ്യണത്. അപ്പോൾ RSA ക്രിപ്റ്റോ സിസ്റ്റത്തിൻ്റെ വേറൊരു പേരാണ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ RSA പ്രോസസ്സിൻ്റെ കേസിൽ നമുക്ക് 3 സ്റ്റെപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കീ ജനറേഷൻ, സെക്കൻഡ് വൺ എൻക്രിപ്ഷൻ, തേർഡ് വൺ ഡീക്രിപ്ഷൻ. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.